ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാര്യത്തിൽ ഒരു സംസാരിക്കാതിരുന്ന് പോയി കഴിഞ്ഞാൽ അത് നമ്മളെന്താ പറയുക, നമ്മളെ കേരളത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക ചതി എന്നൊക്കെ പറയും, വഞ്ചന എന്നൊക്കെ പറയും. അങ്ങനെയാണ്. അപ്പം നമുക്ക് സംസാരിക്കാതിരിക്കാൻ വയ്യുമ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ എന്ത് സംസാരിക്കണം, ഈ കാര്യത്തിൽ എനിക്ക് സംസാരിക്കണം എന്ന് എനിക്ക് കുറച്ച് തീരുമാനം ഉണ്ടായതുകൊണ്ടാകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മളെ കുറച്ച് ദിവസങ്ങളായി നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് ദുരന്തം. ശരിക്കും മനസ്സും ശരീരമൊക്കെ ആകെ തളർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം എത്ര മൃതദേഹങ്ങളാണ് കിട്ടുന്നത്. എത്ര കൈയും കാലും എന്താ വീട്ടിലൊക്കെ ഒരാളേ ഉള്ളൂ, ബാക്കി വീട് മൊത്തം നശിച്ചവരുണ്ട്. ഒരു ആൾ മാത്രം രക്ഷപ്പെട്ടവരുണ്ട്. അങ്ങനെ വീട്ടിൽ പലരും ഉണ്ട്. പലരും സങ്കടമാണ്. അപ്പം അവിടേക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ ശരിക്കും നെഞ്ഞ് പൊട്ടിപ്പോകുന്ന വേദനയാണ്. ഈ സമയത്ത് ഒന്ന് രണ്ട് സ്ത്രീകൾ വന്നിട്ടുണ്ടാകുമ്പോൾ അങ്ങനെ കുട്ടികൾക്ക് മുല കൂട്ടാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെ പോസ്റ്റിന് താഴെ ബാഡ് കമൻറ്റ് ഇട്ടവർ, ഇവർക്ക് മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമോ? മനുഷ്യരല്ല, മൃഗങ്ങൾക്ക് പോലും ഉണ്ടാവും ഇതിലാറുള്ള സ്റ്റാൻഡേർഡും ഇതിലാറുള്ള ബുദ്ധിയും. ഇത്രയും ഒരു പ്രശ്നം നടക്കുമ്പോൾ കേരളം മൊത്തം ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുചേർന്ന്, കേരളം മാത്രമല്ല പുറത്തുനിന്നും ആൾക്കാർ വന്ന് ഇത്രയും വലിയ പ്രശ്നം ഇവിടെ നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പോസ്റ്റിന് താഴെ ബാഡ് കമൻറ്റ് ഇട്ട് ഇവനൊക്കെ മനുഷ്യരാണാകുമ്പോൾ മനുഷ്യരെ കണ്ണത്തിൽപ്പെടാൻ പറ്റുമോ? മൃഗങ്ങൾക്കും ഉണ്ടാവും ഇതിലാറുള്ള സ്റ്റാൻഡേർഡ്. ഇവനൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളുമോ? ഇവനൊക്കെ എവിടുന്ന് ജനിച്ചു വന്ന്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ മനുഷ്യരുണ്ടോ ഇപ്പോഴത്തെ കാലത്തൊക്കെ? കേരളം മൊത്തം ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. ഇത്രയും ഒരു എന്താ പറയുക, മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ താഴെയൊക്കെ ബാഡ് കമൻറ്റ് ഇടുന്നവരൊക്കെ എന്താ പറയുക, എന്താ വിളിക്കുക അവരെ? ശരിക്കില്ല, അവരൊക്കെ അടിച്ച് കൊല്ലണം. കുറജീവനാക്കി ഇടണം. കുറജീവനാക്കി ഇടണം. ജീവൻ പോകാതെ അങ്ങനെ ആ ഒരു അവസ്ഥ അവർ അനുഭവിക്കണം. എന്താ പറയുക ഇവരൊക്കെ? ശരിക്കും അങ്ങനൊരു പണിയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ കുറച്ച് അറസ്റ്റ് ചെയ്തിട്ട് 2 ദിവസം വിട്ടിട്ടൊന്നും കാര്യമില്ല. നല്ല പണി കൊടുക്കണം. കേരളം മൊത്തം ഇതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കണ്ണുകൊണ്ട് നോക്കുന്ന ഇവരൊക്കെ എന്താ നമ്മൾ വിളിക്കുക? മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമോ? മനുഷ്യരെന്നല്ല, മൃഗം എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. അത്രയും സ്റ്റാൻഡേർഡും അത്രയും എന്താ പറയുക, ഒരു മനുഷ്യത്വം പോലും ഇല്ലല്ലോ ഇവരുടെ മനസ്സിലൊന്നും. ഒരു മനുഷ്യത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കുമോ? ചോദിക്കുമോ ഒരാൾ കമൻറ്റ് ബോക്സിൽ പോയിട്ട്? എന്താ പറയുക ഇവരൊക്കെ? ഇതിനൊക്കെ നല്ലൊരു ആക്ഷൻ എടുക്കണം. അല്ല വെറുതെ വിട്ട് 4 ദിവസം ജയിലിട്ടിട്ട് കാര്യമില്ല. നല്ലൊരു ആക്ഷൻ എടുക്കണം. എന്താണ് അവരൊക്കെ ചെയ്യുന്നത്? മനുഷ്യരാണ് അവർ? അല്ല, ഞാൻ ആലോചിക്കണം ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ കഴിയുമ്പോൾ, എങ്ങനെ സംസാരിക്കാൻ എങ്ങനെ കഴിയുമ്പോൾ നമുക്ക്? അതും ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ ഒരുവിധം കേരളം മൊത്തം ഇത് സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത്, കേരളം മൊത്തം ഈ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു? ഇവനൊക്കെ എന്താ പറയുക? നിങ്ങളെന്നെ പറയും, ഞാനൊന്നും പറഞ്ഞില്ല. എന്തേ